സ്വർണ്ണവിലയിൽ ഭയങ്കരമായ രീതിയിൽ തകർച്ച. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡറൽ റിസർവ് ജെറോം പവൽ ഒരു ക്ലൂ നൽകിയിട്ടില്ല. ഒക്ടോബറിലെയോ അല്ലെങ്കിൽ ഡിസംബറിലെയോ ഈ വർഷത്തിലുള്ള റേറ്റ് കട്ടിനെ കുറിച്ച്. ഒരു 0.25 കഴിഞ്ഞ ആഴ്ച കുറച്ചിട്ടുണ്ടായിരുന്നു മൂപ്പര് അദ്ദേഹം. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒക്ടോബറിലും ഉണ്ടാകുമെന്നും അതേപോലെ തന്നെ ഏകദേശം 94%, അതേപോലെ തന്നെ ഡിസംബറിലും ഒരു 70% കരുതുന്നുണ്ട്. 0.25% റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന് ഇങ്ങനെ മാർക്കറ്റ് ട്രേഡേഴ്സ് ഇങ്ങനെ പറയുകയാണ്. ജെറോം പവൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ കരുതി പോകുന്ന ഒരു സമയത്തോടു കൂടിയാണ് അദ്ദേഹം ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹം എന്തായില്ല പറഞ്ഞില്ല ഇങ്ങനെ ഒരു റേറ്റ് കട്ടിനുണ്ടോ അങ്ങനെ പറഞ്ഞില്ല. അദ്ദേഹം അങ്ങനെ റിസ്ക് പാസ്സാണ് അങ്ങനെയൊക്കെ പറഞ്ഞു എന്നല്ലാതെ കറക്റ്റായിട്ട് പറയാം. 2 സൈഡഡ് റിസ്ക്കാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. അതായത് ഇൻഫ്ലേഷനും തൊഴിലില്ലായ്മയാണ് അദ്ദേഹം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് വെള്ളിയാഴ്ച, അതായത് ഇപ്പോൾ വ്യാഴാഴ്ച പുലർച്ചെ ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച ഇനി വരാനുള്ള പേഴ്സണൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ വരാനുണ്ട്. അപ്പോൾ അദ്ദേഹം ഇൻഫ്ലേഷനും കൂടി നോക്കിയിട്ടുള്ളൊരു റിസ്ക് ടൈപ്പ് മാനേജ്മെൻറ്റാണ് എടുക്കുക റേറ്റ് കട്ടിൻ്റെ കാര്യത്തിൽ. അതായത് മോണിറ്ററി പോളിസിയിൽ അങ്ങനെയാണ് നോക്കുക പറഞ്ഞിട്ട്. മോണിറ്ററി പോളിസിയിൽ മാറ്റം ഡിസിഷൻ ഒക്കെ നടത്തുമ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് പറയാം. അപ്പോൾ PC ഡേറ്റയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ PC ഡേറ്റേൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ താരിഫൊക്കെ ഉണ്ടായത് കൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ നമ്പർ വലിയ രീതിയിൽ പേഴ്സണൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ വലിയ നമ്പർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫെഡറലിൻ്റെ ഇൻഫ്ലേഷൻ ഗോൾ എന്ന് പറഞ്ഞാൽ 2%. അപ്പോൾ ഒരു വലിയൊരു PC ഡേറ്റ വരുമ്പോൾ ഇൻഫ്ലേഷൻ നല്ലവണ്ണം ഉണ്ട് എന്നുള്ളൊരു ഡേറ്റ വന്നു കഴിഞ്ഞാൽ, താരിഫ് കാരണം ഇൻഫ്ലേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ മങ്ങുമോ എന്നുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു ആശങ്കയാണ് ഇൻവെസ്റ്റേഴ്സ്. രണ്ട് വാക്കുകളായിട്ട് 2 ടൈപ്പ് കൂടണം കുറയണം എന്ന ആളുകൾക്ക് അതിനനുസൃതമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ്റെ എണ്ണൻ്റെ സ്ഥലത്തേക്കൊക്കെ ഉക്രൈൻ്റെ അറ്റാക്കുകളൊക്കെ പോയിട്ടുണ്ട്. അങ്ങനത്തെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസൊക്കെ അവിടെ വേറെ കിടക്കുന്നുണ്ട്. പക്ഷേ ഫ്രൈഡേ ഒക്കെ അടുക്കുമ്പോൾ ഉള്ള ഈ റേറ്റ് കട്ടും ഈ ഇൻഫ്ലേഷൻ ഡേറ്റ എങ്ങനെ വരും എന്നുള്ളതിലുള്ള ഒരു ചിന്താഗതികളിലൊക്കെയാണ് ഇപ്പോൾ പ്രോഫിറ്റ് ടേക്കിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് ഇങ്ങനെ വ്യാഴാഴ്ച ഇവിടെ ഇന്ത്യയിൽ വ്യാഴാഴ്ചയായി, അമേരിക്കയിലായിട്ടില്ല. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇതുണ്ടല്ലോ, ജോബ് റിപ്പോർട്ട് വരാനുണ്ട്. അതേപോലെ ഇതും മെയിനായിട്ട് ജോബും ഇൻഫ്ലേഷനിൽ രണ്ടും അടുത്തടുത്ത ദിവസങ്ങളാണ് വരുന്നത്. മെയിനായിട്ട് PC ഡേറ്റയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് ആളുകളൊക്കെ ഒന്ന് ജാഗ്രതയിൽ നിൽക്കുന്നതായിട്ട് കൂടെ നല്ല രീതിയിൽ ഇടിഞ്ഞ് പോയിട്ടുണ്ട്. 92 പോയ 3792 പോയ ഗോൾഡ് 3726 എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇടിഞ്ഞിട്ടുണ്ട്. അതായത് നാളെ 920 കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് ഗോൾഡ്. ഇപ്പോൾ ഉള്ളത് 84,600. അത് മാത്രമല്ല കേട്ടോ, 0.6% ഒരു വർധനവ് ഡോളറിലും വന്നിട്ടുണ്ട്. അത് ഫോറിൻ ബയേഴ്സിന് എന്ത് സംഭവിക്കും, ഗോൾഡ് മോർ എക്സ്പെൻസീവ് ആക്കി മാറ്റും. അതൊരു കാരണമുണ്ട്.